ഓം ശാന്തി. അവ്യക്ത മഹാവാക്യം. റിവൈസ് ഡേറ്റ് 22/11/1987. മുരളി ഡേറ്റ് 21/3/2021. ഇന്ന് മഹാവാക്യ ടോപ്പിക്കാണ് മദദ് കെ സാഗർ സെ പദം ഗുണ മദദ് ലേനെ കി വിധി. സഹയോഗത്തിൻ്റെ സാഗരനായ ബാബയിൽ നിന്ന് 10 മടങ്ങ് സഹയോഗം നേടാനുള്ള വിധി. आज बाप दादा अपने चारों ओर के हिम्मतवान बच्चों को देख रहे हैं. ഇന്ന് ബാബ് ദാദ 4 ദിക്കുകളിലുള്ള തൻ്റെ ധൈര്യവാനായിരിക്കുന്ന മക്കളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. आदि से अब तक हर एक ब्राह्मण आत्मा हिम्मत के आधार से बाप दादा की मदद के पात्र बनी है. ആദി മുതൽ ഇപ്പോൾ വരെയും ഓരോ ബ്രാഹ്മണ ആത്മാക്കളും ധൈര്യത്തിൻ്റെ ആധാരത്തിൽ കൂടിയാണ് ബാപ്ദാദയുടെ എല്ലാ കാര്യത്തിനും സഹയോഗികളായിരുന്നത്. ബാബയുടെ സഹയോഗത്തിന് പാത്രരായിരിക്കുന്നത്. और ഹിമ്മത്തെ ബച്ചേ മദദേ ബാപ്പ്. ധൈര്യം ഒരു ചുവട് മക്കളുടേതാണെങ്കിൽ സഹയോഗത്തിൻ്റെ 1000 ചുവടുകൾ ബാബയുടേത്. ये वरदान प्रमाण पुरुषार्थ में नंबरवार आगे बढ़ते रहते. ഈ വരദാനത്തിൻ്റെ ആധാരത്തിൽ പുരുഷാർത്ഥത്തിൽ നമ്പർവാറായി ഓരോരുത്തരും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ബച്ചോं की एक कदम की हिम्मत. മക്കളുടെ ധൈര്യത്തിൻ്റെ ഒരു ചുവട്. ബാക്കി പദം പദമോ കി മദദ്. ബാബയിൽ നിന്നും 10 മടങ്ങ് അഥവാ കോടാനുകോടി സഹയോഗത്തിൻ്റെ ചുവട്. ഹരേക് ബച്ചേക്കോ പ്രാപ്ത് ഹോത്തി ഹെ. ഓരോ കുട്ടികൾക്കും പ്രാപ്തമാകുന്നു. ക്യോങ്കി യേ ബാപ് ദാദാ കാ വായ്ദാ കഹോ വർസാ കഹോ സബ് ബച്ചോं के प्रति है. കാരണം ഇത് ബാപ്ദാദയുടെ വാഗ്ദാനം എന്ന് വേണമെങ്കിൽ പറയാം, അഥവാ ബാബയിൽ നിന്നും കിട്ടുന്ന സ്വത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അത് എല്ലാ മക്കൾക്കും പ്രാപ്തമാവുക തന്നെ ചെയ്യും. ഇസി ശ്രേഷ്ഠ സഹജ പ്രാപ്തിക്ക് കാരൺ ഹി. ഈ ശ്രേഷ്ഠമായിരിക്കുന്ന സഹജ പ്രാപ്തിയുടെ കാരണത്താലാണ് 63 ജന്മോं की निर्बल आत्माएं बलवान बन आगे बढ़ती जा रही है. 63 ജന്മങ്ങളിൽ നിന്നും ശക്തിഹീനരായ ആത്മാക്കൾ ഇന്ന് ബലവാനായി ശക്തി സ്വരൂപങ്ങളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ബ്രാഹ്മൺ ജന്മ ലേത്തെ ഹി പെഹലെ ഹിമ്മത്ത് കൗൺസി ധാരൺ കി. ബാപ്ദാദ ചോദിക്കാണ്, ബ്രാഹ്മണ ജന്മം എടുത്തപ്പോൾ തന്നെ ആദ്യത്തെ ധൈര്യത്തിൻ്റെ ചുവട് എന്തായിരുന്നു നമ്മൾ ധാരണ ചെയ്തിരുന്നത്? പെഹലെ ഹിമ്മത്ത് ജോ അസംഭവ് കോ സംഭവ് കർക്കെ ദിക്കായ. മക്കളുടെ ആദ്യത്തെ ധൈര്യത്തിൻ്റെ ചുവട് അസംഭവം എന്ന് കരുതിയതിനെ സംഭവമാക്കി തീർത്തു. പവിത്രതാക്കെ വിശേഷതാക്കി ധാരണാക്കി. അതായിരുന്നു പവിത്രതയുടെ വിശേഷതയെ ധാരണ ചെയ്തത്. हिम्मत से दृढ़ संकल्प किया कि हमें पवित्र बनना ही है. ധൈര്യത്തോടെ തൻ്റെ ഉള്ളിൽ ദൃഢസങ്കല്പം വെച്ചു, അതായത് എനിക്ക് പവിത്രമാവുക തന്നെ വേണം. और बाबा ने पदम गुणा मदद दी. അതോടൊപ്പം ബാപ്ദാദ 1000 മടങ്ങ് അതോ 10 മടങ്ങ് സഹയോഗം നൽകി. ആ പാത്മായെ അനാദി ആദി പവിത്രത്തി. ബാപ്ദാദ സ്മൃതി ഉണർത്തി, നിങ്ങൾ ആത്മാക്കൾ അനാദി ആദി പവിത്രരായിരുന്നു. അനേക ബാർ പവിത്ര ബനി ഹേ ഓർ ബൻതി രഹേഗി. അനേക പ്രാവശ്യം പവിത്രരായിരുന്നവരാണ്, അനേക പ്രാവശ്യം ആവുക തന്നെ ചെയ്യും. നയി ബാത് നഹി ഹെ. ഇത് പുതുമയുള്ള കാര്യമൊന്നും അല്ല. അനേക് ബാർ കി ശ്രേഷ്ഠ സ്ഥിതി കോ ഫിർ സേ സിർഫ് റിപ്പീറ്റ് കർ രഹേ ഹോ. അനേക പ്രാവശ്യത്തിൽ ശ്രേഷ്ഠ സ്ഥിതിയെ ഇപ്പോൾ വീണ്ടും നമ്മൾ ആവർത്തിക്കുന്നു എന്ന് മാത്രം. അബി ആ പവിത്ര ആത്മാക്കെ ഭക്ത്. ഇപ്പോഴും കൂടി നിങ്ങൾ പവിത്ര ആത്മാക്കളുടെ ഭക്തർ.
ആപ്കെ ജഡചിത്രോ ആകെ നിങ്ങളുടെ ജഡചിത്രങ്ങളുടെ മുമ്പിൽ പവിത്രത കി ശക്തി മാങ്തേ രഹത്തെ പവിത്രതയുടെ ശക്തിയെ യാചിച്ചു കൊണ്ടിരിക്കുന്നു. ആപ്കി പവിത്രത കെ ഗീത് ഗാത്തെ രഹത്തെ നിങ്ങളുടെ ജഡചിത്രങ്ങളുടെ മുമ്പാകെ പവിത്രതയുടെ ശക്തിയുടെ ഗീതങ്ങൾ അഥവാ മഹിമ പാടിക്കൊണ്ടിരിക്കുന്നു. സാഥ് സാഥ് ആപ്കെ പവിത്രത കി നിശാനി ഹർ ഏക് പൂജ്യ ആത്മാ കെ ഊപ്പർ ലൈറ്റ് കാ താജ് ഹെ. അതുകൂടാതെ നിങ്ങൾ പവിത്ര ആത്മാക്കളുടെ അഥവാ നിങ്ങളുടെ പവിത്രതയുടെ അടയാളമായി ഓരോ പൂജ്യ ആത്മാവിൻ്റെ മുകളിലും പ്രകാശത്തിൻ്റെ കിരീടം കാണിച്ചിരിക്കുന്നു. ഐസേ സ്മൃതി ദ്വാര സമർത്ഥ ബനായ ഈ തരത്തിലുള്ള സ്മൃതികളിലൂടെ ബാബ മക്കളെ സമർത്ഥരാക്കി. അർത്ഥാത് ബാബ കി മദദ് സെ ആപ് നിർബൽ സെ ബലവാൻ ബൻ ഗയേ. അതായത് ബാബയുടെ സഹയോഗത്തിൽ കൂടി ശക്തിഹീനരായ നിങ്ങൾ ശക്തിവാൻ ബലവാനായി തീർന്നു. ഇത്തനെ ബലവാൻ ബനെ ജോ വിശ്വ കോ ചാലഞ്ച് കർനെ കെ നിമിത്ത ബനെ ഹോ. വിശ്വത്തിൻ്റെ മുന്നിൽ ചലഞ്ച് അതോ വെല്ലുവിളിക്കുന്ന രീതിയിൽ നിങ്ങൾ ബലവാനായിരിക്കുന്നു. കി ഹം വിശ്വ കോ പാവൻ ബനാകർ ഹി ദിഖായെങ്കെ. എന്താണ് നിങ്ങൾ വെല്ലുവിളിച്ചത്? നമ്മൾ മുഴുവൻ വിശ്വത്തെയും പാവനമാക്കി കാണിക്കുക തന്നെ ചെയ്യും. നിർബൽ സെ ഇത്തനെ ബലവാൻ ബനെ जो द्वापर के नामी ग्रामी ऋषि मुनि महान आत्माएं जिस बात को खंडित करते हैं कि प्रवृत्ति में रहते पवित्र बनना रहना असंभव है. അപ്പോൾ ബാബ്ദാദ പറയാണ്, നിർബലരായ ദുർബലരായ നിങ്ങൾ ആത്മാക്കൾ അത്രത്തോളം ബലവാന്മാരായി മാറിയിരിക്കുകയാണ്. അതായത് ദ്വാപരയുഗം മുതൽ ആരാണോ ഋഷി മുനി വര്യന്മാർ മഹാത്മാക്കൾ ഏത് കാര്യത്തെയാണോ കണ്ടിച്ചിരുന്നത്, അസംഭവം എന്ന് പറഞ്ഞിരുന്നത്, പ്രവൃത്തിയിലിരുന്നു കൊണ്ട് പവിത്രമായി ജീവിക്കുക എന്നുള്ളത് അസംഭവ്യമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. और स्वयं आजकल के समय प्रमाण अपने लिए भी कठिन समझते हैं. പോരാതെ വർത്തമാന കാലഘട്ടത്തിൽ പോലും ഈ ഒരു കാര്യത്തെ സ്വയം ധാരണ ചെയ്യുന്നതിലും അസംഭവമാണ് എന്ന് കരുതിയിരിക്കുന്നത്, കഠിനമാണെന്നവർ അനുഭവം ചെയ്യുന്നത്. और आप उनके आगे नेचुरल रूप में वर्णन करते हो. അതേ കാര്യത്തെ തന്നെ അവരുടെ മുമ്പാകെ നിങ്ങൾ വളരെയധികം സ്വാഭാവിക തരത്തിലാണ് ഈ പവിത്രതയെക്കുറിച്ച് വർണ്ണിക്കുന്നത്. കി യേ തോ ആത്മാ കാ അനാദി ആദി നിജ സ്വരൂപ്. എന്താണ് നമ്മൾ വർണ്ണിച്ചത്? പവിത്രത എന്നത് ആത്മാവിൻ്റെ അനാദി ആദി നിജസ്വരൂപമാണ്. ഇസ്മേ മുഷ്കിൽ ക്യാ ഹെ? ഇതിൽ എന്താണ് പ്രയാസമുള്ളത്? ഇസ്കോ കേത്തെ ഹിമ്മത്തെ ബച്ചേ മദദേ ബാപ്പ്. ഇതിനെയാണ് പറയുന്നത് ധൈര്യത്തിൻ്റെ ചുവട് മക്കളുടേതും സഹയോഗം ബാബയുടേതും. അസംഭവ് സഹജ് അനുഭവ് ഹുവ ഔർ ഹോ രഹാ ഹെ. അസംഭവം എന്ന് ഇതുവരെ കരുതിയിരുന്നത് സഹജമായി അനുഭവപ്പെടുകയും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. जितना ही वो असंभव कहते उतना ही आप अति सहज कहते हो. അവരെത്ര തന്നെ അതിന് അസംഭവം എന്ന് പറഞ്ഞാലും നിങ്ങൾ അത്ര തന്നെ അത് സഹജമാണെന്ന് മനസ്സിലാക്കുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുന്നു. तो बाबा ने नॉलेज के शक्ति की मदद. അപ്പോൾ ബാബ ജ്ഞാനത്തിൻ്റെ ശക്തിയുടെ സഹയോഗവും और याद द्वारा आत्मा को पावन स्थिति की अनुभूति. ഓർമ്മയിൽ കൂടി ആത്മാവിൻ്റെ പാവനസ്ഥിതിയുടെ അനുഭൂതിയുടെ ശക്തി മദദ് സെ പരിവർത്തൻ കർ ലിയ. സഹയോഗത്തിൽ കൂടി അതിനെ പരിവർത്തനപ്പെടുത്തി. യഹേ പെഹ്ലെ കദം കി ഹിമ്മത്ത്. ഇതായിരുന്നു മക്കളുടെ ആദ്യത്തെ ചുവടിൽ വെച്ചിരുന്ന ധൈര്യം. പർ ബാബ് കി പദമാ ഗുൺ മദദ്. അതിൽ ബാബയുടേത് 10 മടങ്ങ് സഹയോഗം പ്രാപ്തമായിരുന്നു. ऐसे ही मायाजीत बनने के लिए चाहे कितने भी भिन्न भिन्न रूप से माया वार करने के लिए आदि से अब तक आती रहती है. അതുപോലെ തന്നെ മായാജീത്ത് ആകുന്ന കാര്യത്തിലും
മായ എത്ര തന്നെ വ്യത്യസ്ത രൂപത്തിൽ മക്കളുടെ മുമ്പിൽ യുദ്ധം ചെയ്യാൻ വരുമെങ്കിലും ആദ്യം മുതൽ അവസാനം വരെ ഇപ്പോൾ വരെയും വന്നുകൊണ്ടിരിക്കുന്നു. കബി റോയൽ രൂപ് സെ ആത്തി ഹൈ, കബി പ്രഖ്യാത് രൂപ് മേ ആത്തി ഹൈ. ചിലപ്പോൾ റോയൽ രൂപത്തിൽ മായ വരാറുണ്ട്, ചിലപ്പോൾ പ്രത്യക്ഷ രൂപത്തിലും. കബി ഗുപ്ത രൂപ് മേ, ചിലപ്പോഴൊക്കെ ഗുപ്ത രൂപത്തിൽ വരാറുണ്ട്. കബി ആർട്ടിഫിഷ്യൽ ഈശ്വരീയ രൂപ് മേ ആത്തി, ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ കൃത്രിമമായിരിക്കുന്ന ഈശ്വരീയ രൂപത്തിലും വരാറുണ്ട്. 63 ജന്മം മായ കെ സാത്തി ബൻ കർക്കെ രഹേ ഹോ. കാരണം ബാപ്പുന് 63 ജന്മങ്ങൾ മായയുടെ കൂട്ടുകാരനായിരുന്നില്ലേ. ഐസെ പക്കേ സാത്തിയോ കോ ചോഡ്നാ ഭി മുഷ്കിൽ ഹോത്ത. അത്രയും പക്കാ കൂട്ടുകാരന്മാരെ ഒഴിവാക്കുക അത് പ്രയാസമുള്ളതാണ്. ഇസ്ലിയെ ബിൻ ബിൻ രൂപ് സെ വോ ഭി വാർ കർനെ സെ മജ്ബൂർ ഹെ. അതുകൊണ്ട് ബാബ്ദാദ പറയാണ്, മായ അത്തരത്തിൽ വ്യത്യസ്ത രൂപത്തിൽ യുദ്ധം ചെയ്യാൻ നിർബന്ധിതനായി മാറുകയാണ്. ആപ് യഹാ മസ്ബൂത്തോ, പക്ഷെ ഇവിടെ നിങ്ങൾ ശക്തിശാലി ഉറപ്പുള്ളവരായിരിക്കുന്നു. ഇത്തനാ വാർ ഹോത്തെ ബി ജോ ഹിമ്മത് വാലെ ബച്ചേ ഹെ और बाकी पदम गुण मदद के पात्र बच्चे हैं. എത്ര തന്നെ പ്രശ്നങ്ങൾ അഥവാ മായയുടെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നാലും ധൈര്യവാനായിരിക്കുന്ന മക്കൾ, ബാബയുടെ സഹയോഗത്തിന് യോഗ്യരായ കുട്ടികൾ ആരാണോ, മദദ് കെ കാരൺ മായയ്ക്ക് ഹാർ കോ ചാലഞ്ച് കർത്തെ, ബാബയുടെ സഹയോഗം ഉള്ളത് കാരണം കൊണ്ട് മായയുടെ മുമ്പാകെ വെല്ലുവിളിക്കുന്നു. कि आपका काम है आना और हमारा काम है വിജയ് പ്രാപ്ത് കർണ. അതായത് ബാബയുടെ മായയുടെ മുമ്പാകെ മക്കൾ ചാലഞ്ച് ചെയ്യുകയാണ്. മായ, നിന്റെ ഡ്യൂട്ടിയാണ് വരിക എന്നുള്ളത്, എന്നാൽ എൻ്റെ ഡ്യൂട്ടിയാണ് വിജയം പ്രാപിക്കുക എന്നുള്ളത്. വാർക്കോ കേൽ സമസ്തേ ഹോ, മായയുടെ പരീക്ഷണങ്ങളെ, യുദ്ധത്തെ കളിയായി മനസ്സിലാക്കുന്നു. माया के शेर रूप को चींटी समझते हो, മായയുടെ ഭീകര രൂപത്തെ, സിംഹരൂപത്തെ ഒരു ഉറുമ്പിന് സമാനം നിങ്ങൾ കണക്കാക്കുന്നു. ക്യോങ്കി ജാൻതി ഹോ കി മായ കാ രാജ് അബ് സമാപ്ത് ഹോനെ വാലാ. കാരണം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു മായയുടെ രാജ്യം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. और हम अनेक बार के विजयी आत्माओं की विजय 100% निश्चित है. അതോടൊപ്പം അനേക പ്രാവശ്യം വിജയം നേടിയ നമ്മൾ ആത്മാക്കളുടെ വിജയം 100% നിശ്ചിതമാണ്. ഇസ്ലിയെ യഹി നിശ്ചിത് കാ നശ, അതുകൊണ്ട് ആ ഒരു നിശ്ചിതമാണ് എന്നതിൻ്റെ ലഹരി ബാക്കി പദം ഗുണ മദദ് കാ അധികാർ പ്രാപ്ത് കരാത്താ ഹെ. ബാബയിൽ നിന്നും 10 മടങ്ങ് സഹയോഗത്തിൻ്റെ അധികാരത്തെ പ്രാപ്തമാക്കിക്കുന്നു. തോവ ജഹാ ഹിമ്മത്തെ ബച്ചേ മദദേ സർവശക്തിവാൻ ബാപ്പെ. അപ്പം എവിടെയാണോ ധൈര്യത്തിൻ്റെ ചുവട് വയ്ക്കുന്ന മക്കളും സഹയോഗം നൽകുന്ന സർവശക്തനായ ബാബയുള്ളത്, വഹ അസംഭവ് കെ സംഭവ് കർണ വ മായാക്കോ വിശ്വക്കോ ചാലഞ്ച് കർണ കൊയ് ബഡി ബാത് നഹി. അവിടെ അസംഭവമായ കാര്യത്തെ സംഭവമാക്കി മാറ്റുകയും മായയുടെ മുമ്പാകെ, അത് വിശ്വത്തിൻ്റെ മുമ്പാകെ ചലഞ്ച് ചെയ്യുക, ഇത് വലിയ കാര്യമൊന്നും അല്ല. ഐസേ സമസ്തേ ഹോന, അത്തരത്തിൽ നിങ്ങൾ സ്വയമിനെ കരുതുന്നില്ലേ? അച്ഛാ, ബാബ്ദാദ നമസ്തേ പറയുന്നു. ചാരോ ഓർ കെ ഹിമ്മത്ത് വാലെ ബച്ചോങ്കോ, 4 ദിശയിലുള്ള ധൈര്യത്തിൻ്റെ ചുവട് വയ്ക്കുന്ന മക്കൾക്ക്, സദാ ബാബ് കി മദദ് പ്രാപ്ത് കർണേ വാലെ പാത്ര ആത്മാവും കോ, സദാ ബാബയിൽ നിന്നും സഹയോഗം നേടുന്ന പ്രാപ്തരായ യോഗ്യരായ മക്കൾക്ക്, സദാ വിധാൻ കോ ജാൻ വിധി സെ സിദ്ധി പ്രാപ്ത് കർണേ വാലെ ശ്രേഷ്ഠ ആത്മാവും കോ, സദാ വിധാനത്തെ തിരിച്ചറിഞ്ഞ് വിധിയിലൂടെ സിദ്ധിയെ നേടിയെടുക്കുന്ന ശ്രേഷ്ഠ ആത്മാക്കൾക്ക്, സദാ ബ്രഹ്മ ബാബ് സമാൻ അന്ത് തക് പഠായി, സദാ ബ്രഹ്മ ബാബയ്ക്ക് സമാനം അവസാനം വരെ പഠിപ്പും, और पुरुषार्थ की विधि में चलने वाले, കൂടാതെ പുരുഷാർത്ഥത്തിൻ്റെ വിധിയിൽ കൂടി നടക്കുന്ന ശ്രേഷ്ഠ മഹാൻ ആത്മാओं को, बाप समान बच्चों को बाप दादा का याद प्यार और नमस्ते. ശ്രേഷ്ഠരും
മഹാനും ബാബയ്ക്ക് സമാനരായിരിക്കുന്ന മക്കൾക്ക് ബാബ്ദാദയുടെ സ്നേഹോർമ്മകളും നമസ്തേയും. हम रूहानी बच्चों की रूहानी बाप को याद प्यार गुड मॉर्निंग नमस्ते नमस्ते नमस्ते. वरदान. बाप समान अपने हर बोल व कर्म का यादगार बनाने वाले. ബാബയ്ക്ക് സമാനം തൻ്റെ ഓരോ വാക്കും ഓരോ കർമ്മത്തെയും സ്മാരകമാക്കി മാറ്റുന്ന ദിൽ തക്ത് നഷീൻ സോ രാജ്യ തക്ത് നഷീൻ ഭവ്. ഹൃദയ സിംഹാസനധാരിയിൽ നിന്നും രാജ്യസിംഹാസനധാരിയായി ഭവിക്കൂ. വിശദീകരണം. ജൈസെ ബാബ് ദ്വാര ജോ ഭി ബോൽ നിക്കൽത്തെ ഹെ വോ യാദ്ഗാർ ബൻ ജാത്തെ. ഏതുപോലെ ബാബ പറയുന്ന ഓരോ വാക്കുകളും അത് സ്മാരകമായി മാറുന്നു. ഐസെ ജോ ബാബ് സമാൻ ഹെ വോ ജോ ഭി ബോൽത്തെ. അതുപോലെ ആരാണോ ബാബയ്ക്ക് സമാനായി ആകുന്നത് അവർ പറയുന്ന ഓരോ വാക്കുകളും വോ സബ്കെ ദിലോമേ സമാ ജാത്ത. അത് ഓരോരുത്തരുടെ മനസ്സിലും അത് സമാവേശമാകും, പതിയും. അർത്ഥാത് യാദ്ഗാർ ജാത്ത, അതായത് അത് സ്മാരകമായി അവശേഷിക്കും. वो जिस आत्मा के प्रति संकल्प करते तो उनके दिल को लगता. അവർ ഏത് ആത്മാവിന് പ്രതിയാണോ വേണ്ടിയാണോ സങ്കല്പിക്കുന്നത് ആ ആത്മാവിൻ്റെ മനസ്സിലത് പതിയും. ഉൻകെ ദോ ശബ്ദ് ഭി ദിൽ കോ റാഹത്ത് ദേനെ വാലെ ഹോത്തെ. അവരുടെ രണ്ട് വാക്കുകൾ അവരുടെ മനസ്സിന് സമാധാനം നൽകുന്നവയായിരിക്കും. ഉൻസെ സമീപതാക്ക അനുഭവ ഹോത്ത. കൂടാതെ അവരിൽ നിന്ന് സമീപതയുടെ അനുഭവം ഉണ്ടാകും. ഇസ്ലിയെ ഉനെ സബ് അപ്ന സമസ്തേ. അതുകൊണ്ട് ബാബയ്ക്ക് സമാനമായ അത്തരത്തിലുള്ള ആത്മാക്കളെ എല്ലാവരും തൻ്റേതാണ് എന്ന് മനസ്സിലാക്കും, സ്വന്തമാണെന്ന് മനസ്സിലാക്കും, അനുഭവം ചെയ്യും. ഐസേ സമാൻ ബച്ചേ ഹി ദിൽ തക്ത് നഷീൻ സോ രാജ്യ തക്ത് നഷീൻ ബൻതേ. അത്രയും ബാബയ്ക്ക് സമാനമായി മാറിയ മക്കളാണ് ഹൃദയ സിംഹാസനധാരിയിൽ നിന്നും രാജ്യസിംഹാസന അധികാരികളായി മാറുക. സ്ലോഗൻ. अपनी उड़ती कला द्वारा हर समस्या को बिना किसी रुकावट से पार करने वाले उड़ता पंछी बनो. തൻ്റെ പറക്കുന്ന കലയിലൂടെ ഏതൊരു പരിതസ്ഥിതിയെയും ഒരു തടസ്സവും കൂടാതെ മറികടക്കുന്ന പറക്കുന്ന പക്ഷികളാവുക. അച്ഛ. ഓം ശാന്തി.